बड़ा हुआ तो क्या हुआ जैसे पेड़ खजूर. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗാൻ ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ ഒരു ചാപ്റ്റർ ആണ് ദോഹ. നിങ്ങൾക്ക് അറിയാം, നമുക്ക് പഠിക്കാനുള്ള രണ്ട് ദോഹകൾ ഉണ്ടായിരുന്നു. അത് ആരുടെയൊക്കെ ആയിരുന്നു? കബീർ ദാസിന്റെയും റഹീം ജിയുടെയും ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ, ആദ്യത്തെ ദോഹ എങ്ങനെയാണ്? ബഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഖജൂർ, പന്തി കോ ചായാ നാഹി ഫൽ ലാഗെ അതിദൂർ. ഒന്നുകൂടെ നോക്കാം. ബഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഖജൂർ, പന്തി കോ ചായാ നാഹി ഫൽ ലാഗെ അതിദൂർ. ഇതായിരുന്നു നമുക്ക് കബീർ ദാസിന്റെ പഠിക്കാനുണ്ടായിരുന്ന ദോഹ. നമുക്ക് നോക്കാം, അതിൽ വരുന്ന പ്രധാനപ്പെട്ട വിശേഷ ശബ്ദങ്ങൾ എന്തൊക്കെയാണ്? അങ്ക് അവയവം, ഖജൂർ ഈന്തപ്പന, ചായ തണൽ, നർ മനുഷ്യൻ, പന്തി യാത്രക്കാരൻ. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കബീർദാസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിയാലോ. ഇസ് ദോഹേമേം കബീർദാസ് കഹത്തെ ഹെ, ഈ ദോഹയില് കബീർദാസ് പറയുന്നത് എങ്ങനെയാണ്? ഖജൂർ കെ പേട് കെ സമാൻ, അതായത് ഖജൂർ ഈന്തപ്പന പോലെ, ബഡാ ഹോനെ സേ കോയി ഫായദ നഹി ഹെ, വലുതായതുകൊണ്ട്, വലിപ്പം വെച്ച് പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു ലാഭവുമില്ല. ബഹോത് ലംബാ ഹോനെ കെ കാരൺ പതിക് കോ ചായ നഹി മിൽത്തി ഹെ, വളരെ ഉയരത്തിലായിരുന്നു. ബഹോത് ലംബാ ഹോനെ കെ കാരൺ, വളരെ ഉയരത്തിലായതുകൊണ്ട് അത് ആ ഈന്തപ്പന മരം എന്താണ്? യാത്രികർക്ക് തണൽ കൊടുക്കുന്നില്ല അല്ലേ? ഫൽ ഭി ബഹോത് ഊഞ്ചായി പർ ലഗ്തേ ഹെ, അതിന്റെ ഫലം, അതായത് അതിന്റെ ഫ്രൂട്ടും എന്താണ്? വളരെ മുകളിലാണുള്ളത്. അപ്പൊ എന്താണ്? അതും ഈ യാത്രക്കാർക്ക് കിട്ടില്ല. വഹ് ഭി ലോഗോ കെ ലിയെ അപ്രാപ്യ ഹെ, എന്താണ്? ആ ഒരു ഫലവും ആളുകൾക്ക് കിട്ടില്ല അല്ലേ? മത്ലബ് ഹെ കി ഹം ബഡേ ഹോക്കർ ഭി ദൂസരോं को कोई उपकार नहीं करते तो उस बड़पन से किसी को कोई लाभ नहीं. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്താണ്? മത്ലബ് ഹേക്കി, പറയാനുള്ള കാരണം, ഹം ബഡേ ഹോക്കർ, നമ്മൾ വലുതായിട്ട്, ദൂസരോं को कोई उपकार नहीं करते तो, ദൂസരോं को മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്തില്ല എങ്കിൽ, ഉസ് ബഡ്പൻ സേ, ആ ഒരു ബഡ്പൻ എന്താണ്? ശ്രേഷ്ഠത, ആ ഒരു ശ്രേഷ്ഠത കൊണ്ട് ഒന്നും നേടാനില്ല, ഒരു ലാഭവുമില്ല. दूसरों की भलाई करने वाले ही सच्चे अर्थ में बड़े होते हैं. दूसरों को भलाई करने वाला, അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർക്കായിരിക്കും എപ്പോഴും, അവരായിരിക്കും വലിയ സ്ഥാനത്തുണ്ടാവുക. ഇതാണ് നമുക്ക് ഈ ഒരു ദോഹയിൽ പഠിക്കാനുള്ളത്. അതായത് ഈന്തപ്പന പോലെ വെറുതെ വലിപ്പം വെച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുന്നത്. ഇതാണ് ആദ്യത്തെ ദോഹയുടെ ചെറിയൊരു അംശം. നമുക്ക് രണ്ടാമത്തെ ദോഹ പഠിച്ചാലോ. रहीम वे नर धन्य है पर उपकारी अंग, बांटन पारे को लगे जो मेहंदी को रंग. എങ്ങനെയാണ്? रहीम वे नर धन्य है पर उपकारी अंग, बांटन पारे को लगे जो मेहंदी को रंग. ഈ ഒരു ദോഹയിൽ വന്നിട്ടുള്ള വിശേഷ ശബ്ദങ്ങൾ ഇതൊക്കെയാണ്. ബാണ്ടന വീതിക്കുക, മെഹന്തി മൈലാഞ്ചി, ധന്യ കൃതാർത്ഥൻ, പന്തി പതിക് വഴിയാത്രക്കാരൻ. അപ്പൊ നോക്കാം, ഇതായിട്ട് എങ്ങനെയാണ് ഈ ഒരു പാഠം, ഈ ഒരു ദോഹ കണക്ട് ചെയ്ത് പോകുന്നത് എന്ന്. റഹീം കഹത്തെ ഹേ, ഇവിടെ റഹീം ജി പറയുകയാണ്. എന്താണ് പറയുന്നത്? വേ നർ ധന്യ ഹേ ജിൻകാ ശരീർ സദാ സബ്കാ ഉപകാർ ഹേ. ഒരു മനുഷ്യൻ ധന്യനാകുന്നത് എപ്പോഴാണ്? മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോഴാണ് അല്ലേ? जिस प्रकार मेहंदी लगाने वाले के हाथ पर मेहंदी का रंग लग जाता है. എങ്ങനെയാണ്? നമ്മളിപ്പോൾ പരോപകാരം ചെയ്യുകയാണ്, അത് വേറൊരാൾക്ക് ഹെൽപ്പും ആവും, ആ ചെയ്തത് കൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണ്? നമ്മുടെ മൈലാഞ്ചി ഇടുന്നത് പോലെ, കയ്യിൽ മൈലാഞ്ചി ഇടുന്ന സമയത്ത് മറ്റൊരാളാണ് ഇട്ട് തരുന്നതെങ്കിൽ അവരുടെ കയ്യിലും ചുവന്ന നിറമാകുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. उसी प्रकार परोपकारी के साथ भला ही होते हैं वह धन्य हो जाते हैं. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തി ധന്യനായി തീരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഈ രണ്ട് ദോഹകൾ നമ്മൾ പഠിച്ച് നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയോ? 8 മാർക്ക്. 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ്. ഇതിൽ 8 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ബഡാ ഹുവാ തോ ക്യാ ഹുവാ ആരുടെ ദോഹയാണ്? അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അപ്പൊ ബഡ വലിയവൻ എന്ന് പറയുന്നത് ആരാണ്? കബീർ ദാസും. അതുപോലെ തന്നെ ധന്യൻ നരധന്യ ഹേ എന്ന് പറയുന്നത് ആരാണ്? റഹീമുമാണ്.
അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ലൈവ് കാണുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി വരാം. ഓക്കെ, ബൈ.